ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഇപ്പോൾ കറൻ്റ്ലി 3 മാസമായി അടുത്തോളം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഐഫോൺ 17 ഒരു റിവ്യൂ ആണ് ഗൈസ് ഞാൻ പറയുന്നത്. ഞാൻ ഇതിനു മുമ്പേ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഐഫോൺ 13 ആയിരുന്നു. 13 പെട്ടെന്ന് 7 ജമ്പ് ചെയ്തപ്പോൾ എനിക്ക് അത്യാവശ്യം കുറേ മാറ്റങ്ങളുണ്ട് ഗൈസ്. ഇപ്പോൾ ഇത് ബേസ് മോഡൽ സാധനമാണ്, പച്ച കളറാണ്, കണ്ടിട്ടുണ്ടാവും. ഡിസൈന് മാറി. ഒന്നാമത്തത് ഇവിടെ ഒരു എക്സ്ട്രാ ഒരു ബട്ടൺ വന്നു. പിന്നെ മറ്റേ നമ്മൾ 13 വരുമ്പോൾ ഇങ്ങനെ ക്ലിക്ക് എന്നൊരു സാധനമുണ്ട്, വേറൊരു ബട്ടൺ. അതിൻ്റെ വരും ഇത് നിൽക്കുന്ന തന്നെ വേറൊരു ബട്ടനാണ് വന്നത്. പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ക്യാമറ ക്വാളിറ്റി അത്യാവശ്യം നല്ലോണം ഇൻക്രീസ് ആയി. ലൈക്ക് എന്താ പറയുക, എനിക്ക് തോന്നുന്നത് നമ്മുടെ 13 സിനിമാറ്റിക്സിൽ 4K ഒന്നും സപ്പോർട്ട് ചെയ്യില്ല. എച്ച് ഡി സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നു. ഇതിലെല്ലാം 4K കാര്യമെല്ലാം വരുന്നുണ്ട്. അതേപോലെ ഇതിൽ മറ്റേ സൂം ചെയ്യാൻ പറ്റുന്നത്, പോർട്രേറ്റിൽ എനിക്ക് സൂം ചെയ്യാൻ പറ്റുന്നുണ്ട്. 15 സീരീസ് മുതലുള്ള ബേസിലാണ് എനിക്ക് സൂമിങ് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. ലൈക്ക് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ 15 യൂസ് ചെയ്യുന്ന സമയത്ത് അതിങ്ങനെ പോർട്രേറ്റിലും സൂം ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഇതിലും അതേപോലെ തന്നെ സൂം ചെയ്യാൻ പറ്റുന്നുണ്ട്. സിനിമാറ്റിക്സിലും പറ്റുന്നുണ്ട്, പോർട്രേറ്റിലും പറ്റുന്നുണ്ട്. സിനിമാറ്റിക്സിലും പറ്റുന്നുണ്ട്, പോർട്രേറ്റിലും പറ്റുന്നുണ്ട്. പിന്നെ ഓവറോൾ എനിക്ക് ഇത്രയും കാലം യൂസ് ചെയ്തിട്ടുമ്പോൾ എനിക്ക് ആദ്യം യൂസ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് അത്യാവശ്യം നല്ല ബഗ്ഗും കാര്യമെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് ഒന്ന് അപ്ഡേറ്റ് വന്നു. ഓൾറെഡി ഇപ്പോൾ വലിയ അത്ര കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിന് മേജറായിട്ട് വന്ന കാര്യങ്ങൾ ഫീച്ചേഴ്സും കാര്യമായിട്ട് എന്താ വെച്ചാണെങ്കിൽ സിറിയിൽ ഗ്ലോ വന്നു ഗൈസ്. അത് ഒരു വല്ലാത്തൊരു സംഭവമായിരുന്നു. ലൈക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാൻ ഫസ്റ്റ് ഇത് യൂസ് ചെയ്ത സെറ്റപ്പ് ചെയ്ത സമയത്ത് ഗ്ലോവും കാര്യമെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ഡാറ്റ ഒന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് റീസെറ്റ് ചെയ്ത സമയത്തുള്ള പ്രശ്നം വന്നതെന്ന് വെച്ചാൽ ഗൈസ്, ഇതിനകത്ത് മൊത്തത്തിലുള്ള AI ഫീച്ചർ, ആപ്പിൾ ഇൻ്റലിജൻസ് എന്ന ഫീച്ചർ ഇതിനകത്തുണ്ട്. അത് മൊത്തത്തിൽ അങ്ങ് ആ ഫയലെല്ലാം ഡിലീറ്റ് ആയിപ്പോയി. പിന്നെ കുറേ കഷ്ടപ്പെട്ടായിരുന്നു റിക്കവർ ചെയ്ത് എടുക്കേണ്ടിയിട്ട്, നോർമലി പഴയ പോലെ ആക്കേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഇതിൽ ഇമേജിനകത്ത് നമുക്കിപ്പോൾ ആവശ്യമില്ലാത്ത ഒബ്ജക്ട്സ് എറേസ് ചെയ്യാൻ പറ്റും. അങ്ങനൊരു ഫീച്ചർ വന്നിട്ടുണ്ട്. പിന്നെ ആപ്പിൾ ഇൻ്റലിജൻസ് വന്നിട്ടുണ്ട്. ലൈക്ക് മെയിനായിട്ട് ഗ്ലോ കാര്യം വരുന്നുണ്ട്. പിന്നെ നമുക്ക് സിറിൻ്റെ കൂടെ ലൈക്ക് ടെക്സ്റ്റ് ചെയ്യാം, മെസ്സേജ് അയക്കാം. ഹേ സിറി സംസാരിക്കേണ്ട എന്ന രീതിയിലാണ് ഇപ്പോൾ തന്നെ. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിലാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മെസ്സേജ് അയക്കാം. സിറിൻ്റെ കൂടെ മെസ്സേജ് അയച്ചിട്ട് നമുക്ക് എന്താ വെച്ചാൽ ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ വോയിസിൽ നമുക്ക് സംസാരിക്കേണ്ട എന്നൊരു രീതിയിലുണ്ടെങ്കിൽ. പിന്നെ എനിക്ക് എൻ്റെ ഫ്രണ്ട് ക്യാമും സെൽഫി ക്യാമറ കുറച്ചും കൂടി നല്ലോണം ഇമ്പ്രൂവ് ആയ പോലെ തോന്നി. മെഗാ പിക്സൽ മാറ്റം ഉണ്ടാവും. ഇതിൻ്റെ സ്പെക്ക് അത്യാവശ്യം നല്ലോണം നോക്കിയില്ല. ലൈക്ക് ആപ്പിൾ യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം പിന്നെ ഞാൻ സ്പെക്സ് ഒന്നും നോക്കില്ല. എങ്ങനെയായാലും എനിക്കൊരു വലിയൊരു സീരീസിലോട്ട് പോകുമ്പോൾ ആവശ്യമുള്ള ഔട്ട് എനിക്ക് എന്തായാലും കിട്ടുന്നുണ്ട്. ലൈക്ക് ഞാനിപ്പോൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ ഗൈസ്, ക്യാമറേൻ്റെ ഇത് കുറച്ച് പറയുകയാണെങ്കിൽ, നമുക്ക് ലൈക്ക് സെൽഫി ക്യാമറയിൽ വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്ക് പോർട്രേറ്റ്, അതായത് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ പോർട്രേറ്റിലും എടുക്കാം, ലാൻഡ്സ്കേപ്പിലും എടുക്കാം. നമ്മളിതിപ്പോൾ ഇങ്ങനെ ലാൻഡ്സ്കേപ്പ് എടുക്കേണ്ട പകരം ഒരു ഓപ്ഷൻ ഉണ്ടാവും. ആ സാധനം ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് ലാൻഡ്സ്കേപ്പിലോട്ടും പോർട്രേറ്റിലോട്ടും രണ്ടും ഷിഫ്റ്റ് ചെയ്യാം. പിന്നെ ഒരേ സമയത്ത് ഡ്യുവൽ ക്യാപ്ചർ ചെയ്യാം. വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ട് ക്യാമും ആക്സസ് ചെയ്യാൻ പറ്റും, ബാക്ക് ക്യാമറ ഒരുമിച്ച് വീഡിയോ ക്യാപ്ചർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂട്ടിയിട്ട് ഇതിനകത്ത്. അത് അത്യാവശ്യം നൈസാണ്. അങ്ങനെ കുറേ അത്യാവശ്യം നല്ല നല്ല ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ മറ്റേ ചാറ്റ് GPT ഇൻക്ലൂഡ് ആക്കിയ കുറച്ച് സാധനം, ലൈക്ക് ഒബ്ജക്റ്റ് ഇങ്ങനെ സെർച്ച് ചെയ്ത് ആസ്ക് ചെയ്ത് ചോദിക്കാം. അതിപ്പോൾ നമുക്ക് എല്ലാത്തിനും നല്ല ഗൂഗിൾ ലെൻസ് പോലത്തെ ഒരു സംഭവം ഇതിനകത്തുണ്ട്. എക്സാക്ട്ലി ഗൂഗിൾ ലെൻസ് ആണെന്ന് തോന്നുന്നു. സെർച്ച് ചെയ്യുമ്പോൾ ആപ്പിൾ സെർച്ച് എന്ന് പറയുന്ന പകരം ലൈക്ക് ഗൂഗിൾ ഇൻ്റലിജൻസ് സംഭവം ഗൂഗിളിൽ നിന്ന് എടുത്ത് നമുക്ക് കാണിച്ചു തരും. അതാണ് ലൈക്ക് നമ്മളിപ്പോൾ സാധനം സെർച്ച് ചെയ്യുമ്പോൾ ഗൂഗിളിൽ നിന്ന് എടുത്ത് കാണിച്ചു തരും. അതിന് വേറൊരു സാധനം ആപ്പിൾ ഇൻ്റലിജൻസ്, അങ്ങനെ ആപ്പിളിൻ്റെ എന്തോ വന്നിട്ട് സംഭവമുണ്ട്. എനിക്ക് എക്സാക്ട്ലി കാര്യമായിട്ട് മേജറായിട്ട് ഒരു കാര്യമാണ് ഇവിടെ ഞാൻ എൻ്റെ പേഴ്സണൽ ഉപയോഗിച്ച റിവ്യൂ ആണ് നിങ്ങൾക്ക് പറയുന്നത്. ഏകദേശം 3 മാസം ഞാൻ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. ആൻഡ് അത്യാവശ്യം നല്ല കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളൂ. ടീമറ്റ്സായിട്ട് കാര്യങ്ങളൊന്നുമില്ല. ലൈക്ക് 13 പെട്ടെന്ന് 7 വന്നപ്പോൾ ആദ്യം കുറച്ച് അത്യാവശ്യം നല്ല ബഗ്സും കാര്യം ഉണ്ടായിരുന്നു. പിന്നെ അപ്ഡേറ്റ് ചെയ്തപ്പോൾ അതും പോയി. ലൈക്ക് ഇപ്പോൾ ഈ ഒരു സാധനം കൂടി ഉണ്ട്, ടൈം മാത്രം കാണിക്കുന്നത്. ഇതെപ്പോഴും ഞാൻ ഇപ്പോൾ ഓണാക്കിയിടുന്നുണ്ട്. നമുക്കിങ്ങനെ എടുത്ത് നോക്കേണ്ട ആവശ്യമില്ല, ടൈം മാത്രം ഡിസ്പ്ലേ ചെയ്യും. എനിക്ക് തോന്നുന്നു ഈ ഡിസ്പ്ലേൻ്റെ ഇതിലും മാറ്റമുണ്ട്, എന്തൊക്കെയോ മാറ്റമുണ്ട്. സ്പെക്കും കാര്യങ്ങളും കാണി വേറെ ഏതെങ്കിലും വീഡിയോ കാണും എനിക്ക് ഏറ്റവും ബെറ്റർ. ഞാൻ ജസ്റ്റ് ഒരു എൻ്റെ പേഴ്സണൽ റിവ്യൂ ആണ്. 3 മാസം ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് എന്തൊക്കെ മാറ്റം തോന്നി, എന്തൊക്കെ ഞാൻ ചെയ്തു, അങ്ങനത്തെ ഒരു സംഭവമാണ് ഞാൻ പറയുന്നത്. മര്യാദയ്ക്ക് ഇതിൽ സെറ്റ് ചെയ്ത പോലും ഇല്ല.
ഇതുവരെ ഞാൻ യൂസ് ചെയ്ത എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത് മേജറായിട്ട്. എനിക്ക് പറയാൻ വേറൊരു മേജർ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഡോണ്ട് എവർ, ഐ മീൻ ഞാൻ ഇപ്പോൾ എടുക്കുന്നത് എൻ്റെ 13 നിന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. 17 ഇങ്ങനെ കൈ പിടിച്ച് കാണിക്കുന്നത് എന്നുള്ളതുകൊണ്ട് മാത്രം. 17 കുറച്ചാണല്ലോ വീഡിയോ വരുന്നുണ്ട്. 17 എനിക്ക് മോശമല്ലേ, അതുകൊണ്ട് മാത്രം. പിന്നെ എനിക്ക് ഒരു കാര്യം പറയാം, ഞാനത് ഒറ്റ ചെയ്ത അവസ്ഥ വെച്ചാൽ അത് റീസെറ്റ് ചെയ്യാൻ പോയതാണ്. റീസെറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഇൻ്റലിജൻസിൻ്റെ ലൈക്ക് ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ ഫയൽ അങ്ങ് റൈസ് ആയിപ്പോയി. പിന്നെ അത് റിക്കവർ ചെയ്യാൻ കുറച്ച് പണിയായിരുന്നു. ലൈക്ക് ഞാൻ ലിറ്ററലി ആ ഷോപ്പിൽ പോയി, അതേ ഷോപ്പിൽ പോയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഉള്ള അതേ ഷോപ്പിൽ പോയിട്ട് ചോദിച്ചപ്പോൾ അവർക്കും ഒരു മേജർ ഐഡിയ ഇല്ല. ChatGPT, ജെമിനി എല്ലാം യൂസ് ചെയ്ത് നമ്മൾ മെസ്സേജ് അയച്ചും കാര്യമെല്ലാം ആക്കിയിട്ട് തപ്പിക്കൊണ്ടിരുന്നത്, എന്നിട്ടും നടന്നിട്ടില്ല. എന്നിട്ട് പിന്നെ കുറേ കഴിഞ്ഞിട്ട് മൈജി വേറെ ഷോപ്പിൽ പോയി. മൈജി പോയിട്ട് ഇങ്ങനെ അവിടെ ഒരു ആപ്പിളിൻ്റെതായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അടുത്ത് ചോദിച്ച് ഞാൻ കാര്യം പറഞ്ഞ് ഈ സാധനം കിട്ടുന്നില്ല, ഈ ഫീച്ചർ അവൈലബിൾ അല്ല, അങ്ങനെ കാര്യം പറഞ്ഞപ്പോഴാണ് കറക്റ്റായിട്ട് അവർ ചെയ്ത് തന്നത്. അല്ലെങ്കിൽ എൻ്റെ ആപ്പിൾ ഇൻ്റലിജൻസ് ഉള്ള ഹൈലൈറ്റഡ് ആയ 17 സീരീസിലുള്ള ഫോണിൽ ആപ്പിൾ ഇൻ്റലിജൻസും ഇല്ല, ഗ്ലോയും ഇല്ല, പഴയ സെറി ലൈക്ക് ആകെ ഉണ്ടാകുന്ന ഇമേജ് എറേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ മാത്രം ഉണ്ടായിട്ട് സ്റ്റക്കായി പോയി. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു റിവ്യൂ. പിന്നെ റീസെറ്റ് ചെയ്യുമ്പോൾ സൂക്ഷിച്ചും കണ്ടു റീസെറ്റ് ചെയ്യുക. കുറേ ഇന്ന സാധനം ഫീച്ചേഴ്സും ഫയൽസും എല്ലാം പോകും, അത് നിങ്ങൾ സൂക്ഷിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഗൈസ്. ദിസ് ഇസ് മൈ 3 months ഓഫ് യൂസേജ് ആൻഡ് റിവ്യൂ അബൌട്ട് ദിസ് ഫോൺ, iPhone 17. ബട്ട് സ്റ്റിൽ എനിക്ക് ഡിസൈനും വലിയ കുഴപ്പമൊന്നുമില്ല. ഇത്രയും കാലം കണ്ടിട്ടുള്ള ഡിസൈനിലൊരു മാറ്റം. പിന്നെ മേജറായിട്ട് എനിക്ക് ഗ്രീൻ കളർ ഇഷ്ടപ്പെട്ടു. എനിക്ക് കൊണ്ടുത്തന്നതായതുകൊണ്ട് പിന്നെ ലൈക്ക് നമുക്ക് ഏത് കളറായാലും ഓക്കെയാണ്, കൊള്ളാം മൊത്തത്തിൽ. ഐ ലൈക്ക് ഇറ്റ് ഗൈസ്. പിന്നെ ഞാൻ പ്രോ സീരീസ് എനിക്ക് അങ്ങനെ അധികം ഇഷ്ടമല്ല. പ്രോയും ബേസും വലിയൊരു മാറ്റം എനിക്ക് തോന്നിയിട്ടില്ല. എനിവേ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഗൈസ്. ബൈ.